അനിൽകുമാർ, ഇപ്പോൾ മുന്നണി മര്യാദ, നന്ദി, ഇതൊക്കെ കേരള കോൺഗ്രസ് കാണിക്കുന്നുണ്ടാവും. ഇന്നത്തെ അവരുടെ തീരുമാനം അതിൻ്റെ ഒരു സൂചനയാണ്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ എക്സിസ്റ്റൻസ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. നമുക്കിപ്പോൾ KM മാണി, കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യമായിരുന്നു പാല. ഇന്നത്തെ ജോസ് കെ മാണിയുടെ അവസ്ഥ അങ്ങൊന്ന് ആലോചിച്ച് നോക്കുക. കോട്ടയം പാർലമെന്റിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയാണോ? പാലാ നിയോജക മണ്ഡലത്തിൽ അസംബ്ലിയിൽ കേരള കോൺഗ്രസ് പ്രതിനിധിയാണോ? പോട്ടെ പാലാ മുനിസിപ്പാലിറ്റിയിൽ കേരള കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്? പോട്ടെ ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡിൽ കേരള കോൺഗ്രസ് M ആണോ? അപ്പോൾ സമ്പൂർണ്ണമായി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് എങ്ങനെയെങ്കിലും ചാടി അപ്പുറത്ത് പോയി 2-3 സീറ്റ് കിട്ടുക എന്ന് ആ പാർട്ടിയിൽ ആരെങ്കിലും ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? 3 UDF-കാർ സംസാരിച്ചുകൊണ്ട് അല്പസമയം തരണം. ഒന്നാമത്തെ കാര്യം, പുസ്തകം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന കാര്യം മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. അല്ലാണ്ട് ജോസ് കെ മാണി പുസ്തകം തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ല. അപ്പം അങ്ങനെ പുസ്തകത്തിൻ്റെ കഥ പറഞ്ഞ് UDF-ൻ്റെ പ്രകൃതിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള കെട്ടുകഥയെ പൊളിക്കാൻ വേണ്ടി അദ്ദേഹം ചുട്ട മറുപടി കൊടുത്തതാണ്. പിന്നെ ഞങ്ങളൊരു പുസ്തകം അടച്ചിട്ടുണ്ട് 1986 CPM. ഞങ്ങൾ ഒരു പുസ്തകം അടച്ചത് ഈ കേരളത്തിനകത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടാതിരിക്കാൻ ന്യൂനപക്ഷ വർഗീയതയുമായി ഒരു സന്ധിയും വേണ്ട. അതിൻ്റെ ഭാഗമായി ഞങ്ങളടച്ച പുസ്തകമാണ് മുസ്ലിം ലീഗ്, ജമായത്ത് ഇസ്ലാമി, SDPI. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആരുമായിട്ടും ഞങ്ങൾ മുന്നണി ഉണ്ടാക്കില്ല. ഇതാണ് ഞങ്ങളുടെ പുസ്തകം അടച്ചു വച്ചിരിക്കുകയാണ്. UDF-ൻ്റെ ജന്മവൈകൃതം എന്താണ്, വൈകല്യം എന്താണ്? നിങ്ങൾ BJP-ക്ക് എന്ത് ദോഷമാണ് പറയണത്? അവർ മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. UDF-ഓ ന്യൂനപക്ഷ മതത്തെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു. ഈ 2 കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അധികാരത്തിൽ വന്നാൽ കേരളത്തിൻ്റെ മതനിരപേക്ഷത തകരും. ഇതാണ് ഞങ്ങളുടെ ബോധ്യം. ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കിടയ്ക്കിടയ്ക്ക് ഭരണനഷ്ടം ഉണ്ടായി. പക്ഷെ ഭരണനഷ്ടം ഉണ്ടായതൊന്നും ഞങ്ങൾ വലിയ നഷ്ടമായിട്ട് കണക്കാക്കിയില്ല. ഇപ്പോൾ ഇവിടെ ഞങ്ങളൊരു കാര്യം പറയാം. 2011 ഞങ്ങൾക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 68. അദ്ദേഹം വഴങ്ങുമെങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ സമയം 68-72 68 അല്ല വഴങ്ങുന്നില്ല 68-72. അപ്പോൾ 2009 അല്ലല്ല എൻ്റെ സമയം 2009 PJ ജോസഫ് അങ്ങോട്ട് പോയി. എന്തിനാ പോയത്? അല്ല, ഒരു ചർച്ചയിൽ ഞാൻ മിണ്ടായിരുന്ന ആളാണ്. ശരി, INL-ഉം PDP ഉണ്ടെന്നാണ് ഞാൻ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ ഈ ചർച്ചയിൽ. ശരി, അനിൽകുമാറിന്റെ ഒരു PDP ഉണ്ട്. ഞാൻ 3 പുസ്തകമുണ്ട്. മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് ഞാൻ. 3 ആൾക്ക് മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരേ ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് സമയം തരണം, എൻ്റെ സമയം നഷ്ടപ്പെടുത്തുകയും വേണ്ട. അപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? 2009 PJ ജോസഫ് അങ്ങോട്ട് പോയി, LDF വിട്ടു പോയി. ഗതി പിടിച്ചോ? ഞങ്ങളതാ ചോദിക്കുന്നത്. PJ ജോസഫിന് എത്ര സീറ്റുണ്ട്? അവസാനം PJ ജോസഫിൻ്റെ കൂടെ നിൽക്കുന്നവർ BJP-യുമായി ചർച്ചയ്ക്ക് പോയി. കാണാനിരിക്കുന്നുള്ളൂ പൂരം കേട്ടോ. അതുകൊണ്ട് ആരും വലിയ യോഗ്യന്മാരൊന്നും ആകണ്ട, ആരും യോഗ്യന്മാരാകണ്ട. നമ്മൾ അറിയാനിരിക്കുന്നുള്ളൂ പല കാര്യങ്ങളും. PJ ജോസഫിൻ്റെ പാർട്ടിപ്പെട്ട ഒരു ചർച്ചയ്ക്ക് പോയില്ലേ BJP-യുമായി ബന്ധപ്പെടാൻ? ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ, തെളിവുകൾ പുറത്തു വരും. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഗതി പിടിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. കുഞ്ഞാലിക്കുട്ടി കുറ്റിപ്പുറത്ത് തോറ്റില്ലേ? കരുണാകരൻ തൃശ്ശൂർ തോറ്റില്ലേ? ഏത് തട്ടകമാ നിങ്ങൾ ഭദ്രമാന്ന് പറയുന്നത്? മാരാരിക്കുളത്ത് തോറ്റില്ലേ? ഇന്ന് തിരുവനന്തപുരത്ത് തോറ്റില്ലേ? അതും ചേർത്തി പറയും. ഞാൻ ഒരു കാര്യം അഭിലാഷേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി മാത്രമേ നാട്ടിൽ തോറ്റിട്ടുള്ളൂ. ശരി, അല്ല അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് കേൾക്കട്ടെ. ശ്രീ ഷാഫി ചാലി പറയൂ. ശ്രീ അനിൽകുമാർ പറയൂ. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ അപ്രമാദിത്വം പുലർത്തുന്നു. ഇവരുടെ അപ്രമാദിത്വം നിങ്ങൾ അംഗീകരിച്ചോണം. അത് സൗകര്യപ്പെടുകയില്ല എന്ന് മുസ്ലിം ലീഗിനോട് പറയാൻ ധൈര്യമുള്ള പാർട്ടിയുടെ പേരാണ് CPM. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട അഭിലാഷ്, മുസ്ലിം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ. ഞാൻ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിലെ ഒരു വരി പറയാം. ഇന്നലത്തെ മാതൃഭൂമി പത്രമാണ്. എന്താ വരിയെന്നറിയാമോ? ഒരു ലേഖനം ഇടതുപക്ഷത്തെക്കുറിച്ചാണ്. അതിൽ പറയുന്നു, SIR നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നിർബന്ധപൂർവ്വം കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ ഒഴിവാക്കാനാണെന്ന പഴി CPM കേൾക്കേണ്ടി വന്നു.
മാതൃഭൂമിയിൽ എഴുതിയാണ് കേട്ടോ, മാതൃഭൂമി ആകുമ്പോൾ നുണ പറയില്ലല്ലോ. ആരാണ് ആ പഴി പറഞ്ഞത്? മുസ്ലിം ലീഗ്. പച്ചയായ വർഗീയത. ഈ SIR മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ പിണറായി വിജയൻ നടത്തുന്നതാണെന്ന പച്ചയായ വർഗീയത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കെട്ട വർഗീയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പ്രചരിപ്പിച്ചു എന്നാണ് മാതൃഭൂമി പത്രം ഇന്നലെ എഴുതിയത്. ഞാൻ മാതൃഭൂമിയെ തെളിവ് തരുന്നത്. അവരാണോ കേരളം ഭരിക്കേണ്ടത്? ഈ വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർ. എന്നിട്ട് അവർക്കാണ് മേധാവിത്വം. കുഞ്ഞാലിക്കുട്ടി എല്ലാവരും ചെന്ന് കാണും. എന്തിനു ചെന്ന് കാണണം? അവിടെയാണ് ഞങ്ങളെ പറയുന്നത്, നിങ്ങൾ തിരുവമ്പാടി കൊടുക്കും, തിരൂരങ്ങാടി പണ്ട് കൊടുത്തിട്ടുണ്ട്, നിഷേധിച്ചോ? കാപ്പം വണ്ടുക്കൂലി മുടക്കി അങ്ങോട്ട് വന്നപ്പോൾ നിഷേധിച്ചോ? ഈ വരവ് വരണ്ടെന്ന് പറഞ്ഞോ? അവിടെ മാന്യമല്ലാത്തൊരു കാര്യം ഈ ചർച്ച നടന്നു. എന്താണെന്നറിയാമോ? കേരള കോൺഗ്രസിൻ്റെ 5 MLA-മാരെ 5 ആക്കി മാറ്റി. എന്തൊരു അന്തസ്സില്ലായ്മയാണ്! ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിളർത്തുക, ഒരു രാഷ്ട്രീയ പാർട്ടിയെ റാഞ്ചാൻ വേണ്ടി വലതുപക്ഷത്തിന് വേണ്ടി വർത്തമാനം പറയുക. ഞാൻ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, എൻ്റെ അടുത്ത സുഹൃത്തും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ ഡിസംബർ മാസം അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുക. നിങ്ങൾ പറഞ്ഞല്ലോ എന്താ കാഞ്ഞിരപ്പള്ളി സഭ സമ്മർദ്ദം ചെലുത്തി, സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ നിലപാട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അറിയാം. LDF-ൽ തുടർന്ന് 3-ാം ഭരണം വരുമെന്ന് എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ. മനസ്സിലാക്കണം. ഇനി ജോബ് മൈക്കിൾ, ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഒരുമിച്ചായിരുന്നു. ജയരാജ് സാറും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുള്ളവരാണ് ഞങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കിയോ? ശരി. പിന്നെ ജോസ് കെ മാണി എവിടുന്ന് ജയിക്കും? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ. ഇന്ന് പാലാ മണ്ഡലത്തിൽ LDF-നാണോ UDF-നാണോ ലീഡ്? ആദ്യം നമുക്ക് ആ കണക്കൊന്നെടുക്കാം. ഞാനിപ്പോൾ പറയുന്നു, പാലാ മുനിസിപ്പാലിറ്റിയിൽ LDF-നാണ് വോട്ട് കൂടുതൽ, 2000 വോട്ട് കൂടുതൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ. സീറ്റിൻ്റെ എണ്ണം അല്ല. അങ്ങപ്പറേ പാലാ മണ്ഡലത്തിൽ LDF-ന് 2500-ലേറെ വോട്ട് ലീഡാണ്. പാലാ മണ്ഡലത്തിൽ LDF 2500 വോട്ട് ലീഡായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിക്കണത്. എന്താ ചോദിക്കണത്? തട്ടകം എവിടെ? ഞാനൊരു കണക്കൂടെ കൊണ്ട് പറയാം. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കാകെ കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 3,65,000 ലോകസഭയിൽ തോമസ് ഐസക്കും ചാഴിക്കാടനും ഒക്കെ മത്സരിച്ചപ്പോൾ. ഇപ്പം എത്ര കിട്ടിയെന്നറിയാമോ? ഇപ്പം കിട്ടിയത് 465. 1 ലക്ഷം വോട്ട് വർദ്ധിച്ചു. കേരളത്തിൽ 18 ലക്ഷം വോട്ട് കൂടിയപ്പോൾ 1 ലക്ഷം വോട്ട് കോട്ടയം ജില്ലയിലാണ്. കേരള കോൺഗ്രസ് പാണിക്ക് സ്വാധീനം ഇല്ലെങ്കിൽ LDF-ന് 1 ലക്ഷം വോട്ട് വർദ്ധിക്കുമോ? 465 വർദ്ധിക്കുമോ? ഞങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഒരു വാക്ക് ഇവിടെ ഈ മണ്ഡലം തിരിച്ച് കണക്ക് പറഞ്ഞല്ലോ. ജോസ് കെ മാണി ഇവിടെ മത്സരിക്കും. ഞാനിപ്പോൾ ഉത്തരം പറയണം. ഞാൻ കോട്ടയത്തെ കണക്ക് പറയാം. കോട്ടയത്തെ ഏത് മണ്ഡലത്തിലാണ് അപ്രതീക്ഷിതമായി UDF ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡ്? ഞാൻ കണക്ക് പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 16,000 18,000 വോട്ടിന് പുറകെ പോയ ചങ്ങനാശ്ശേരിയിലെ ഇപ്പം UDF LDF വ്യത്യാസം 2000 വോട്ടാണ്. ലോകസഭയിൽ നിന്ന് ഇപ്പോൾ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ LDF-നാണ് 4,500 വോട്ട് ലീഡ്. പൂഞ്ഞാറിൽ ആകെ വ്യത്യാസം 4,500 ഉള്ളൂ. കടുത്തുരുത്തിയിൽ ആകെ വ്യത്യാസം 3000 വോട്ടേ ഉള്ളൂ. കോട്ടയം മണ്ഡലത്തിൽ 4,500 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. പുതുപ്പള്ളി മണ്ഡലത്തിലാണ് 10,000-ന് മേലെ വോട്ട് വ്യത്യാസം UDF LDF ആയിട്ടുള്ളത്. ഏത് ജില്ല വെച്ചാൽ വർത്താനം പറയണത്? ഇനി ഇടുക്കിയിലേക്ക് പോയാലോ? അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ചിന്ത വേറെയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് വേറെയാണ്. പരിഗണനാ വിഷയങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി അടക്കമുള്ള കേരള കോൺഗ്രസ് പാർട്ടിയാണ് അവരുടെ പാർട്ടി നേതാക്കന്മാർ എവിടെ മത്സരിക്കണം തീരുമാനിക്കുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ പാലായിൽ തന്നെ തട്ടകമാക്കാൻ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി തയ്യാറായി. നിങ്ങൾ ആലോചിച്ചോ? ഇന്നെന്താണ് ജോസ് കെ മാണിക്കൊരു വെയിറ്റ് നിങ്ങൾ കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടി പാലായി മത്സരിച്ചപ്പോൾ ചിഹ്നം കൊടുത്തു PJ ജോസഫ്. PJ ജോസഫിനെ പോലെ ഒരാൾ KM മാണി സാർ അന്തരിച്ച ശേഷം നിന്ദ്യമായ കുടുംബത്തോട് പെരുമാറിയില്ലേ? ജോസ് കെ മാണി ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ? അവസാനം നല്ല സമരിയാക്കാരനെ പോലെ ഒരു പിണറായി വിജയൻ. കേരള കോൺഗ്രസിൻ്റെ നല്ല സമരിയാക്കാരനാണ് പിണറായി വിജയനും LDF-ഉം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അവർ നിങ്ങളെ ഞങ്ങളെ ഓർത്ത് കരയേണ്ട എന്ന് ക്രിസ്തുവചനം പറഞ്ഞിട്ട് അവർ പറയാണ്, UDF-കാർ നിലവിളിച്ചോളുക, നിങ്ങൾ നിലവിളിക്കുകയുള്ളൂ. ശരി, ഓക്കെ. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്, മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഷാനിൽകുമാർ കണക്ക്.